ബോബി അവിടെ പോയപ്പോ ബോബിക്ക് ഏറ്റവും മനസ്സിൽ തട്ടിയ കാഴ്ചകൾ എന്തായിരുന്നു? ബോബി ആ ദുരന്ത മേഖലയിൽ പോയിരുന്നല്ലോ, ഏറ്റവും മനസ്സിൽ തട്ടിയ കാഴ്ചകൾ ക്യാമ്പിലാണോ കണ്ടത്? ക്യാമ്പിൽ കണ്ടത് ഈ എല്ലാവരും പോയി, കുട്ടികൾ ആരോരുമില്ലാത്ത കുറച്ച് കുട്ടികളുണ്ട്, ആരോരുമില്ലാതെ നമ്മൾ വരുമ്പോൾ ഓടി വന്ന് കെട്ടിപ്പിടിക്കുകയാണ് കുറച്ച് അറിയപ്പെടുന്നത്. അപ്പോൾ ആ ഒരു ഇത് കണ്ടപ്പം ഏറ്റവും വലിയ മനസ്സലിവ് തോന്നി. കാരണം ഞാൻ ചിന്തിച്ചത്, ഞാൻ ഈ വയസ്സിൽ 5 വയസ്സിലും 8-10 വയസ്സിലൊക്കെ നമുക്ക് എൻ്റെ ഓർമ്മയിൽ പേരൻസും വീടും സൗകര്യങ്ങളായിട്ട് ജീവിക്കുന്ന അവസ്ഥകൾ, സ്കൂള്, നമുക്ക് ബാഗ്, എല്ലാ ഫെസിലിറ്റി ആയിട്ടുള്ള ഈ പ്രായത്തിൽ ഈ കുട്ടികൾക്ക് പേരൻസിനെ നഷ്ടപ്പെടുക, ഇങ്ങനെ ഒരു സ്ഥലത്ത് വന്ന് നിൽക്കേണ്ട ഒരു ഗതികേട്, ഞാൻ അതിൻ്റെ ഒരു ആളായിട്ട് ചിന്തിച്ചു പോവുകയാണ്. അപ്പോൾ ഭയങ്കര വിഷമം തോന്നി. പിന്നെ ഫാദറും മദറും പോയി എന്ന് പറയുമ്പോൾ ഞാൻ ചിന്തിക്കുക, എൻ്റെ അമ്മയാണെങ്കിൽ, എൻ്റെ ഫാദർ ആയിരുന്നെങ്കിൽ എന്നൊക്കെ ചിന്തിക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ആ കാണുമ്പോഴുള്ള ഒരു ഇത്. പിന്നെ അവിടെ ബോഡികൾ, കൈയും കാലും തലയില്ലാത്ത ശരീരങ്ങൾ, ഇതൊക്കെ കാണുമ്പോൾ നേരിട്ട് അതൊക്കെ എന്താ പറയുക, നമുക്കൊന്നും എത്ര ഭാഗ്യവാന്മാരാണ്, ഇത്രയും കാലം ജീവിച്ചില്ല ഇങ്ങനെയൊക്കെ, ഇതിലൊന്നും പെടാതെ. അപ്പോൾ അതൊക്കെ ആ കമ്പാരിസൺ വരുമ്പോഴാണ് നമുക്ക് ഇത് മനസ്സിലാവുന്നത്. ഇതിലുള്ള ഒരു കാര്യം എനിക്ക് തോന്നിയത്, ഞാൻ ഇതിനു മുമ്പ് പുത്തുമല 4 വർഷം 5 വർഷം മുമ്പ് ഉണ്ടായപ്പോഴും ഞാൻ വന്നിരുന്നു, ഇവിടെയൊക്കെ പോയിരുന്നു. കൽപ്പറ്റ അവിടെ ടൗണിൽ ഫാത്തിമ ഹോസ്പിറ്റലിൻ്റെ അടുത്ത് അവിടെ 10 ഏക്കറിൽ ഒരു 2 ഏക്കർ ഞാൻ സർക്കാരിന് രജിസ്റ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഓൾറെഡി. പക്ഷേ എനിക്കുള്ള അഭിപ്രായം, ഇനിയും ഇത് ആവർത്തിക്കപ്പെടും. 5 വർഷം 10 വർഷം കഴിയുമ്പോൾ ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. കാരണം പ്രകൃതിയെ തടുക്കാൻ നമുക്ക് പറ്റില്ല. അതിശക്തമായ മഴ ഇത്ര സമയത്തിനുള്ളിൽ പെയ്താൽ സ്വാഭാവികമായിട്ട് ഇതുണ്ടാവുന്നതാണ്. മണ്ണിൽ വെള്ളം, ആ ലോഡ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി സംഭവിക്കും. അത് ഒരാൾക്ക് തടയാൻ പറ്റില്ല. പക്ഷെ ആ ചില ഇങ്ങനത്തെ ഏരിയകൾ, സ്ഥിരമായിട്ടുണ്ടാകുന്ന ഏരിയകളിൽ നിന്ന് ആൾക്കാരെ ഒഴിപ്പിച്ച് എവിടെയെങ്കിലും ഇതുപോലെ, ഇപ്പോൾ നമുക്ക് 1000 ഏക്കറേന്ന് കൊടുക്കാമെന്ന് പറഞ്ഞു, അതുപോലെ എസ്റ്റേറ്റുകാരും ഭൂമിയുള്ളവരെല്ലാവരും ചേർന്ന്, അതുപോലെ ഈ ശോഭ ഗ്രൂപ്പ്, അതുപോലെ മറ്റ് ചില ഗ്രൂപ്പുകളൊക്കെ പണിയാൻ തയ്യാറായിട്ട് വന്നാൽ എല്ലാവരും സഹകരിച്ച് ഗവൺമെൻറ്റും കൂടെ ഒരുമിച്ചിരുന്നിട്ട് 1000 വീട്ടുകാരാണോ 2000 ആണോ എത്രയാണോ, ഇതൊക്കെ പ്രൈവറ്റ് വ്യക്തികളും ഗവൺമെൻറ്റും കൂടിയിരുന്ന് ആലോചിച്ചാൽ നടക്കാവുന്ന കാര്യമുള്ളൂ. അങ്ങനെ മാറ്റി താമസിച്ചില്ലെങ്കിൽ ഇനിയും നമ്മൾ ആവർത്തിക്കണം. ഇനിയും എനിക്ക് അവിടെ പോകാൻ വിഷമമുണ്ട്, 2ാമത്തെ പ്രാവശ്യം അവിടെ പോകുന്നത്. അപ്പോൾ ഇതൊക്കെ കാണുമ്പം അതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന. അതിന് കോർഡിനേറ്റ് ചെയ്യാൻ മുമ്പോട്ട് വരണം ഗവൺമെൻറ് സൈഡും മറ്റുള്ള എൻ്റെ ഭാഗത്തുനിന്ന്. അതുപോലെ പല ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്, അവർക്കൊക്കെ ഇത് നിസ്സാരമായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അതാണ് ഇനി വേണ്ടത്. ശരിയായ ആത്മാർത്ഥപരമായിട്ട് നമ്മൾ ഇവരുടെ ജീവന വില കൽപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇനിയൊരു സംഭവം ഉണ്ടായിട്ട് നമ്മളതിൻ്റെ പിന്നാലെ ഓടി അവിടെ പോയി കുറേ കാര്യങ്ങൾ ചെയ്തു, അത് വരുമ്പോൾ ഇങ്ങനെ ചെയ്ത് എന്താ പറയുക, ഓട്ടടച്ച് ഇങ്ങനെ പോകുന്നതിനേക്കാൾ നല്ലത് അതാണ് എന്നെനിക്ക് തോന്നി. പറയുന്ന ആശയം വലിയ ആശയമാണ്. പക്ഷേ ഒരു സർക്കാരിനെ സംബന്ധിച്ച് അത് ഒരു വലിയ ടാസ്ക്കാണ്. കാരണം ഇപ്പോൾ ഈ പറയുന്ന റെഡ് സോൺ എന്ന് പറഞ്ഞാൽ ഈ ഉരുൾപൊട്ടൽ സാധ്യതയുള്ള മേഖലകളിൽ ആയിരക്കണക്കിന് കുടുംബങ്ങൾ ഇപ്പോൾ വയനാട്ടിൽ മാത്രമല്ല ഇടുക്കി പോലുള്ള ജില്ലകളിലൊക്കെ താമസിക്കുന്നുണ്ട്. ഇവരെ മുഴുവൻ പുനരധിവസിപ്പിക്കുക എന്നുള്ള വലിയൊരു ഹിമാലയൻ ടാസ്ക്കാണ്. അല്ല, ഈ മൊത്തം ഒറ്റയടിക്ക് ചെയ്യാന്നല്ല. ഇവിടെ ഇപ്പൊ 4 വർഷം മുമ്പ് ഉണ്ടായ ഏരിയ എന്ന് പറയുന്ന ഈ ഒരു 5-10 കിലോമീറ്റർ റേഡിയസിലാണ് അതുള്ളത്. അവിടെ ഇനിയും ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളതൊക്കെ പഠനങ്ങളുണ്ട്. അല്ലാണ്ട് മൊത്തം ഒറ്റയടിക്ക് കേരളം നന്നാക്കാന്നല്ല. ഒരു ഏരിയ സ്ഥിരമായിട്ട് വരുന്ന ഒരു ഏരിയ നമ്മൾക്ക് മനസ്സിലായി. അറ്റ്ലീസ്റ്റ് ആ ഒരു 10 കിലോമീറ്ററിനുള്ളിൽ 1000 വീടാണോ 2000 ആണോ അങ്ങനെ, അത് ഇവിടുത്തെ ബിസിനസ്സുകാരും ഗവൺമെന്റും ഒരുപാട് സംഘടനകളൊക്കെ ഉണ്ട്. കണ്ടില്ലേ അവിടെ ഞാൻ ചെന്നപ്പോൾ എന്താ ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ആംബുലൻസ് ഒന്നും ആവശ്യമില്ല. അഞ്ചാണ് ഒരു ദിവസം ഓടി, പിന്നെ ഒന്നും അതിൻ്റെ ആവശ്യമില്ല. ആംബുലൻസിൻ്റെ കളി, ഫുഡിൻ്റെ കളി, അപ്പോൾ അതൊക്കെ ഉണ്ട്. അപ്പോൾ മലയാളികൾ ഒരുമിച്ച് ഒരു ആവശ്യം വന്നാൽ നിൽക്കും. ഒരുപാട് കാര്യങ്ങൾ തെളിയിച്ചിട്ടുള്ളതാണ് സിറ്റുവേഷൻ. മലയാളികൾ ലോകത്തിന് മാതൃകയാണ്. ഒരു ആവശ്യം വന്നാൽ കൂടെ നിൽക്കും, എത്ര കോടിയും അവർ തരും എന്ന് പല സിറ്റുവേഷനിൽ തെളിയിച്ചവരാണ്. അവർക്ക് അതിനുള്ള മനസ്സുണ്ട്. സംഭവം എന്തൊക്കെ ഉണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും ചില സമയത്ത് ജാതി മതം രാഷ്ട്രീയം മറന്ന് ഒരുമിച്ച് നിന്ന് ലോകത്തിന് മാതൃകയായ സംഭവങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ
ശരിയായ രീതിയിൽ ഗവൺമെന്റും നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നാൽ ചുക്കാൻ പിടിച്ചാൽ കുറച്ച് പേര് തീർച്ചയായിട്ടും മലയാളികൾ അത് സാധിച്ചു തരും, ഒരു സംശയമില്ലാത്ത കാര്യമാണ്.